ലക്ഷ്യം ഏത് എന്ന് അറിഞ്ഞ് അമ്പയ്യാൻ പോലും മറന്നു പോകുന്ന രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റും. ആര്യാടൻ സത്തെ പരാജയപ്പെടുത്താൻ അൻവർ പിണറായി സത്തിലേക്ക് പോയി. അപ്പോൾ അതിനുശേഷം പിണറായി സത്തെ നേരിടാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി സതീശ് സത്തിലേക്ക് പോയി. സതീശ് സത്തെ നേരിടാൻ വേണ്ടി ഇനി അൻവർ ഏത് സത്തിലേക്കാണോ പോകുന്നത്? സ്വരാജ് വരുന്നതോടുകൂടി UDF ക്യാമ്പ് ഇനി ഒരു ഫയർ ഫൈറ്റിംഗിലേക്ക് പോകും. അൻവറിനെ കൂടി സഹകരിപ്പിക്കാമെന്ന് തീരുമാനിക്കും. പക്ഷേ അൻവറിന്റെ വിലപേശൽ ശക്തിയെ വകവെച്ച് കൊടുക്കുന്നതല്ല. അക്കാര്യത്തിൽ VD സതീശൻ എടുത്തിട്ടുള്ള നിലപാട് ആർജവമുള്ള നിലപാടാണ്. അത് തന്നെ കോൺഗ്രസ് സമ്പൂർണ്ണമായി തുടരുമെന്ന് അറിയില്ല. ചെറിയ കോംപ്രമൈസ് അൻവറിനെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിവരും എങ്കിൽ പോലും ആർജവമുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു. എന്തായാലും അൻവർ മത്സരിക്കുക എന്നൊരു സെനാരിയോ ഇനി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചും ഇത് ലാസ്റ്റ് ബസ്സാണ്. ആര്യാടന്റെ ലെഗസി എന്നുള്ള കാര്യം നിലമ്പൂരിൽ ഉണ്ട് എന്ന് തെളിയിക്കണം എങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് വിജയിക്കണം. അദ്ദേഹം അവിടെ മുനിസിപ്പൽ ചെയർമാനും മറ്റൊക്കെ ആയിട്ടുണ്ട്. ആര്യാടൻ 1980 മുതൽ ഇങ്ങോട്ട് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിലാണ് 2016 ഷൗക്കത്ത് പരാജയപ്പെട്ടത്. അതിനുശേഷം കഴിഞ്ഞ തവണ VV പ്രകാശ് ആയിരുന്നു മത്സരിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ നമ്മൾ സ്വരാജിനെ കുറിച്ച് പറയുന്നത് പോലെ വളരെ സാംസ്കാരിക ഔന്നത്യമുള്ള, സൗമ്യനായ, പ്രഭാഷകനായ, നല്ല കാഴ്ചപ്പാടുള്ള, നല്ല നിലപാടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളുടെ ഒരു പരമ്പര, അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തോൽവി ഉണ്ടായാൽ അത് അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇനി പിന്നെ എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം പോലും ഉയരുന്ന ഒരു സെനാരിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരെ സംബന്ധിച്ചും ഇത് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചും ജീവൻ മരണ പോരാട്ടമാണ്. രണ്ട് മുന്നണികളെ സംബന്ധിച്ചും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ശരിക്കും ഡയറക്റ്റ് പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്. പരാജയമുണ്ടായാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഷൗക്കത്തിന് സീറ്റ് കിട്ടണമെന്ന് പോലുമില്ല. ഇത്തവണ വളരെ മാന്യമായി മാറി നിന്ന VS ജോയ്ക്ക് അവിടെ കൂടുതൽ സേ ഉണ്ടാകും. ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥിത്വം അങ്ങനെ പോയേക്കാം. അങ്ങനെ പലതും നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ബസ് ആണെന്ന് അഭിലാഷ് പറഞ്ഞത് കൃത്യമാണ്. ഈ PV അൻവറിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നിറം മാറ്റം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇപ്പം ചേരി മാറിയത്, നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന PV അൻവർ ഇടതുപക്ഷത്തേക്ക് വന്നു, ഇടതുപക്ഷത്തു നിന്ന് മാറി നിൽക്കുന്നു. എങ്ങും എത്താത്ത രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കാലാവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ മഴയത്ത് നിൽക്കുന്ന PV അൻവറാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് പറഞ്ഞ രാഷ്ട്രീയം നോക്കൂ. ആദ്യം അജിത് കുമാറിനെതിരെ, അത് കഴിഞ്ഞപ്പോൾ അജിത് കുമാറിൽ നിന്ന് മാറി അത് അല്ലല്ല P ശശിയും പിണറായി വിജയൻ മുഖ്യമന്ത്രി, പിണറായി വിജയനെ കുറിച്ച് ഏറ്റവും മോശം ഭാഷയിൽ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇതിനിടയ്ക്ക് മുസ്ലിം വേട്ട എന്ന് പറയുന്ന രാഷ്ട്രീയവും എടുത്തിട്ടു PV അൻവർ. അതിനുശേഷം മലയോര ജനതയ്ക്ക് വേണ്ടി, ഏറ്റവും അവസാനം ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എല്ലാത്തരം അടവുകളും പയറ്റിയ മുഹമ്മദ് ഇങ്ങനെ എല്ലാത്തരം അടവുകളും. പക്ഷേ ഇതിനകത്തൊക്കെ ഓരോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലയോര മേഖല, ഒന്നിയിൽ നിലമ്പൂർ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ട് ചർച്ച നടത്തി തിരുവമ്പാടി സീറ്റ് വാങ്ങിച്ചെടുത്ത് തിരുവമ്പാടിയിൽ മത്സരിക്കുക. അതിനുവേണ്ടിയിട്ടാണ് ഈ മലയോര ജനത ക്രൈസ്തവ ന്യൂനപക്ഷത്തോടുള്ള പെട്ടെന്നുണ്ടാകുന്ന സ്നേഹം ഇതെല്ലാം പയറ്റുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പയറ്റിയിട്ടും ഈ എല്ലാ അമ്പുകളും എഴുതിയിട്ടും ഒരിടത്തും ലക്ഷ്യം കാണാതെ പോയ, അല്ലെങ്കിൽ ലക്ഷ്യം ഏത് എന്ന് അറിഞ്ഞ് അമ്പയ്യാൻ പോലും മറന്നു പോകുന്ന രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റും. ഇപ്പോൾ UDF ആയിട്ട് നോക്കൂ, എന്തെങ്കിലും അവർക്ക് സഹായകമായ നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിൽക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഇതിനേക്കാൾ, ആ സമയം വരുമ്പോൾ ഇതിനേക്കാൾ വലിയ ശക്തമായ രീതിയിൽ വേണമെങ്കിൽ സമ്മർദ്ദം ചെലുത്താം. അതിനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയും ഒരു രാഷ്ട്രീയത്തിൽ മണ്ടത്തരം കളിക്കുമോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് PV അൻവർ നിലപാട്. ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടതാണ്. ആര്യാടൻ സത്തെ പരാജയപ്പെടുത്താൻ അൻവർ പിണറായി സത്തിലേക്ക് പോയി. അപ്പോൾ അതിനുശേഷം പിണറായി സത്തെ നേരിടാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി സതീശ് സത്തിലേക്ക് പോയി. സതീശ് സത്തെ നേരിടാൻ വേണ്ടി ഇനി അൻവർ ഏത് സത്തിലേക്കാണോ പോകുന്നത് എന്ന് ആൾക്കാർ പോകാൻ നോക്കിയിട്ട് അങ്ങോട്ട് കയറാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥയാണ്. അവിടെ കോൺഗ്രസിനകത്ത് നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ആരാണ് നേതാവ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊക്കെ ഉണ്ടാകും. അത് മുതലാക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു വിടവുണ്ടാക്കി അവിടെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഇതെല്ലാം പറ്റി. പ്രതിപക്ഷ നേതാവിനെ തള്ളി പറഞ്ഞുകൊണ്ട്, അവർ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞുകൊണ്ട് എന്നെ ഉള്ളിലേക്ക് എടുക്കണം എന്ന് പറയുന്ന ഘടകവിരുദ്ധത അൻവറിന് മാത്രം പറയാൻ കഴിയുന്നതും അൻവറിന് മാത്രം മനസ്സിലാകുകയും ചെയ്യുന്നതാണ്.